സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 3 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലേർട്ടാണ്. കണ്ണൂർ, വയനാട്, ഇടുക്കി ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. സാന്ത്വന സാജു ആണ് ചേരുന്നത്. സാന്ത്വന, കർക്കിടകം ഇതാ അവസാനമായിരിക്കുന്നു. അപ്പോഴാണ് മഴ കനക്കുന്നതല്ലേ? വിനിത, ജൂൺ ജൂലൈ മാസങ്ങളിൽ സാധാരണ ലഭിക്കേണ്ട മഴ ഇത്തവണ ലഭിച്ചില്ല എന്നുള്ളതാണ്. അത് വലിയ ആശങ്കയും നമുക്കിടയിൽ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഒരിടവേളയ്ക്കാണെങ്കിലും ഇപ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുകയാണ് എന്നുള്ള കാര്യം തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ മുതൽക്ക് തന്നെ വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലൊക്കെ തന്നെയും ഇന്നലെ മുതൽക്ക് തന്നെ മഴ ശക്തമായി ലഭിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. ഇനിയിപ്പോൾ മഴ മുന്നറിയിപ്പുകൾ നോക്കുകയാണെങ്കിൽ വിന്ദ, വരുന്ന 5 ദിവസത്തേക്ക്, അതായത് ഓഗസ്റ്റ് 2 വരെ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഇന്നും ഇപ്പോൾ 11 ജില്ലകളിൽ അലേർട്ടുള്ള ദിവസമാണ്, മുന്നറിയിപ്പുള്ള ദിവസമാണ്. അതിൽ 3 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തിക്കൊണ്ട് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിനിത ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടുക്കി, കണ്ണൂർ, അതുപോലെ തന്നെ വയനാട് ജില്ലകളിലാണ് ഇന്നിപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി അലേർട്ടുകൾ ഇല്ലാത്ത ജില്ല നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരവും, കൊല്ലവും, ആലപ്പുഴയുമാണ് അലേർട്ടുകൾ ഇല്ലാത്ത ജില്ല. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. നാളെയും 11 ജില്ലകളിൽ മുന്നറിയിപ്പുണ്ട്. അതുപോലെ തന്നെ നാളെയും വിവിധ ജില്ലകൾ, നാളെ ഇപ്പോൾ കോഴിക്കോട്, കണ്ണൂർ, അതുപോലെ തന്നെ വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ ജില്ലകളിൽ വരുന്ന ഓഗസ്റ്റ് 2 വരെ ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുൻകരുതലുകളെല്ലാം തന്നെ സ്വീകരിക്കണമെന്നാണ് വിനിത ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെയും വ്യക്തമാക്കുന്നത്. ശരി, സാന്ത്വന സാജുവാണ് വിശദാംശങ്ങൾ.